ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കേരളത്തിലെ മലയാളത്തിലെ തന്നെ ഫാർമസി അപ്ഡേറ്റ്സ് ഏറ്റവും വേഗത്തിൽ എത്തിക്കുന്ന ഏക ചാനലാണ് നമ്മുടേത്. സോ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഈ വീഡിയോ പരമാവധി കീം ഫാർമസി സ്റ്റുഡൻസിലേക്ക് അവരുടെ അഡ്മിഷൻ റിലേറ്റഡ് വാർത്തകൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഫ്രണ്ട്സിലേക്ക് എത്താൻ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, നോട്ടിഫിക്കേഷൻ വന്നു, കാത്തിരുന്ന് നിങ്ങൾക്ക് അവസാനം ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമാണ്. അതും ഈ പറഞ്ഞ പോലെ 31-ാം തീയതി, അതായത് നാളെ വൈകുന്നേരം 4 മണി വരെ ആയിരിക്കും അതിനുള്ള ഒരു അവസരം. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെന്റിന് മുമ്പായിട്ട് ട്രയൽ അലോട്ട്മെന്റ് വരും. അതിനുശേഷം 2-ാം തീയതി തന്നെ നിങ്ങൾക്ക് ഫൈനൽ ആയിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് ലിസ്റ്റ് കീം ഫാർമസി 2026 പബ്ലിഷ് ചെയ്യും. അപ്പോൾ എഞ്ചിനീയറിംഗ് പോലെയല്ല, ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് 3 മുതൽ 5 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് പേയ്മെന്റ് അടച്ചിട്ട് ഡയറക്റ്റ് ഓഗസ്റ്റ് 5 വൈകുന്നേരം 4 മണി വരെ നിങ്ങൾക്ക് അതാത് കോളേജുകളിൽ അഡ്മിഷൻസ് കരസ്ഥമാക്കാം, നേടാമെന്നാണ്. ഒരുപാട് വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട 2 സംശയങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് എപ്പോൾ ക്ലാസ്സുകൾ തുടങ്ങുമെന്നുള്ളതാണ്. അപ്പോൾ AICTE ആണ് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഫാർമസിക്കാർക്ക് കഴിഞ്ഞ വർഷമൊക്കെ നോക്കുമ്പോൾ ഈ അലോട്ട്മെന്റ് പ്രൊസീജിയർ കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടി ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇനി ഓണം വെക്കേഷൻസ്, ക്ലാസ് തുടങ്ങിയാലും ഓണം വെക്കേഷൻസ് ഡയറക്റ്റ് ആയിട്ട് തരേണ്ടി വരും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഓഗസ്റ്റ് ഒരു ലാസ്റ്റ് വീക്ക് എന്ന് പോലും ഇപ്പോൾ പറയാൻ പറ്റില്ല, കാരണം ഈ ഓണത്തിന്റെ ഒരു സംഭവം കൂടി ഉള്ളത് കൊണ്ടാണ്. പക്ഷേ നമുക്ക് അവരുടെ നോട്ടിഫിക്കേഷനുകളിൽ ഈ പറയുന്ന പോലെ തന്നെ 20-ന് മുമ്പ് വരാനുള്ള സാധ്യതയുണ്ട്. പല സെൽഫ് ഫിനാൻസിങ് കോളേജുകളും അത്തരത്തിൽ ഓറിയന്റേഷൻ ഉൾപ്പെടെ സംഘടിപ്പിക്കാനുള്ള അറേഞ്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഒഫീഷ്യലായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഓണത്തിന് ശേഷമായിരിക്കും എന്നുകൂടി മനസ്സിലാക്കാം. ഇനി തുടർന്ന് അലോട്ട്മെന്റുകൾ ഉണ്ടാവുമോ? അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി ഡയറക്റ്റ് കോളേജുകളിലേക്ക് പോയി അഡ്മിഷൻ എടുക്കാനാണ് ഉത്തരവ് പ്രകാരം വന്നിട്ടുള്ളത്. അപ്പോൾ കിട്ടാത്ത വിദ്യാർത്ഥികൾ, അതല്ല എങ്കിൽ ഒരു ഹയർ ഓപ്ഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും മക്കളെ നിങ്ങൾക്ക് ഹയർ അലോട്ട്മെന്റുകൾ അല്ലെങ്കിൽ ഫർദർ അലോട്ട്മെന്റ് സ്റ്റേജുകൾ ഉണ്ടാവും. ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, തുടർന്നുള്ള അലോട്ട്മെന്റുകളുടെ സമയക്രമം യഥാസമയങ്ങളിൽ, അതായത് സമയാസമയങ്ങളിലുള്ള വിജ്ഞാപനങ്ങളിലൂടെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. അതിനുശേഷം വേക്കൻസി ബേസ്ഡ് ഫർദർ അലോട്ട്മെന്റുകൾ ഉണ്ടാവും. സോ അവസാന നിമിഷം വരെയും ആ ഹോപ്പ് കളയണ്ട. അപ്പോൾ നഴ്സിംഗിന്റെ കാര്യം പോലെ തന്നെ നമുക്ക് LBSന്റെ ആ ഒരു കാര്യം നമുക്ക് വെക്കുന്നത് പോലെ തന്നെ ഫാർമസി കാര്യം എടുത്തു പറഞ്ഞാൽ സീറ്റുകൾ വളരെ വളരെ കുറവാണ്. ഒരു 220-240 സീറ്റുകൾ മാത്രമാണ് ഗവൺമെന്റ് അലോട്ട്മെന്റിലൂടെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നത്. അതും എണ്ണി പറയാൻ പറ്റുന്ന 5ഓളം ഈ വരുന്ന ഗവൺമെന്റ് കോളേജുകൾ, ബാക്കി എല്ലാം സെൽഫ് ഫിനാൻസിങ് ഫാർമസി കോളേജുകളാണ്. അപ്പോൾ അതിന്റെ ഫീസ് സ്ട്രക്ചറും ഗവൺമെന്റ് ആണെങ്കിൽ 17,370 എന്നുള്ളത് വാർഷിക ഫീസ് ഘടന. അതുപോലെ സെൽഫ് ഫിനാൻസിങ് ഫാർമസി കോളേജുകളുടെയും തന്നിട്ടുണ്ട് ട്യൂഷൻ ഫീയുടെയും സ്പെഷ്യൽ ഫീയുടെയും കണക്കുകൾ. അപ്പോൾ പല കുട്ടികൾക്കും ഇപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള കീം ഫാർമസിയിലൂടെ അഡ്മിഷൻ നോക്കുന്ന ഒരു മെജോറിറ്റി, ഒരു 80% കൂടുതൽ വിദ്യാർത്ഥികളും സത്യം പറഞ്ഞാൽ ഈ പറയുന്ന പോലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിസർവേഷൻ സീറ്റ് ഉദ്ദേശിക്കുന്നവരായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ റാങ്ക് കൂടി വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞ പോലെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് വേണം ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ. അത് കൃത്യമായിട്ട് അലോട്ട്മെന്റ് വന്നിട്ട് അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനും മറക്കരുത്. സോ മറ്റ് ഇൻഫർമേഷൻസ് ഓൺ ദ വേ ആണ്. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഓൾ ദി ബെസ്റ്റ്.